അല്ല, ഇപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ പരിശ്രമവും നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെയും NDRFന്റെയും എല്ലാ സംവിധാനങ്ങളെയും ഇവിടെ വിനിയോഗിച്ചിട്ടുണ്ട്. രാവിലെ ശിവൻകുട്ടി മിനിസ്റ്ററുടെ നേതൃത്വത്തിൽ റിവ്യൂ മീറ്റിംഗ് നടത്തി. മേയറും കളക്ടർ ഉൾപ്പെടെയുള്ള ആൾക്കാർ അതിനകത്ത് പങ്കെടുത്തു. അപ്പോൾ ഇപ്പോൾ ഇനി ഒരു 10-40 മീറ്ററോളമാണ് ഇതിനകത്ത് തടസ്സമുള്ളതായിട്ടാണ് NDRF സംഘം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടി മാറ്റുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഫലം ലഭിക്കുമെന്നുള്ളതാണ് കാണുന്നത്. ഇപ്പോൾ നമ്മളൊരു ഷട്ടർ സ്ഥാപിച്ച് വെള്ളം തടഞ്ഞ് ഒഴുക്കി വിട്ട് ഒരു ഫ്ലഷിംഗ് മെത്തേഡിൽ മറുഭാഗത്ത് നിന്ന് കണ്ടുപിടിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യം കൂടി നോക്കുന്നുണ്ട്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഷട്ടറും സംവിധാനങ്ങളും ഒക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇനി നോക്കാം എന്നുള്ള നിലയ്ക്കാണ് ഇപ്പോൾ നോക്കുന്നത്. അപ്പോൾ കളക്ടറും കോർപ്പറേഷനും ഒക്കെ ആ നിലയിലുള്ള ക്രമീകരണങ്ങളാണ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കാം. നഗരസഭാ മേയറും നമ്മളോടൊപ്പം ചേർന്നുണ്ട്. ഇപ്പോൾ ഇനി എന്താണ് ഈ അടുത്ത നടപടി, അല്ലെങ്കിൽ എന്താണ് അടുത്ത രക്ഷാദൌത്യത്തിന്റെ? ഇപ്പോൾ MLA സൂചിപ്പിച്ചതുപോലെ രാവിലെ നമ്മൾ തീരുമാനിച്ച പ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിലെ ബഹുമാന്യനായ മന്ത്രി പങ്കെടുത്ത യോഗത്തിലെടുത്ത ഒരു പ്രധാനപ്പെട്ട തീരുമാനം, നിലവിലെ കരാറ് പ്രകാരം റെയിൽവേ ഈ ടണലിന്റെ അടിയിലുള്ള മാലിന്യം മാറ്റി തുടങ്ങുക എന്നതാണ്. നമ്മൾ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ, തിരച്ചിൽ തുടരുന്നതിനോടൊപ്പം തന്നെ അതുകൂടി അതിന്റെ ഭാഗമായി ചെയ്യുക എന്നുള്ളതാണ്. അത് അടിയന്തരമായി അത് ചെയ്യാൻ റെയിൽവേ തയ്യാറായി കഴിഞ്ഞാൽ കുറച്ചുകൂടി വേഗതയിൽ നമുക്കിത് തിരച്ചിൽ നടത്താൻ വേണ്ടി കഴിയുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ സ്കൂബ ടീമും അവർ സംഘവും ഒരു ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി കയറിയിട്ടുണ്ട്. അവരുടെ ഭക്ഷണത്തിന് ശേഷം 2 സൈഡിലും ഒരുപോലെ തിരച്ചിൽ നടത്തുന്നതിന് വേണ്ടിയാണ് ഇനിയിപ്പോൾ ചെയ്യുന്നത്. റോബോട്ടിക് സാങ്കേതികവിദ്യ ഉപയോഗിച്ചൊരു തെരച്ചിൽ നടത്തിയിരുന്നു. പക്ഷേ അതിന്റെ ഒബ്ജക്റ്റ് കണ്ടിരുന്നെങ്കിലും അത് മാലിന്യമാണെന്നാണ് ഫയർഫോഴ്സ് സ്ഥിരീകരിച്ചത്. പക്ഷെ അവർ പറയുന്നത് അവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടായിരുന്നു, അത് ഇത്തരത്തിൽ എന്തോ ഒരു ഒഴുക്കിൽപ്പെട്ട് പോയതാണ്, അത് വിസിബിലിറ്റി നഷ്ടപ്പെട്ടതുകൊണ്ട് പിന്നെ അതിനെ ട്രേസ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അതിനെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇനി തെരച്ചിൽ നടത്തുന്നുണ്ട്. ദൃശ്യം പൂർണ്ണമായും നമുക്കങ്ങനെ സാധൂകരിക്കാൻ കഴിയുന്ന ഒരു ദൃശ്യമല്ല, ഞാൻ കണ്ടിരുന്നു. പക്ഷേ എങ്കിൽ പോലും അതിന്റെ ഒരു സാധ്യതയ്ക്ക് അനുസരിച്ചുകൊണ്ടുള്ള പരിശോധനയും നമ്മുടെ ടീം നടത്തിയിരുന്നു. ഇവരിവിടുന്ന് ഒരു മെസ്സേജ് പാസ് ചെയ്തതിനെ തുടർന്ന്, എന്നിട്ട് നമുക്കത് കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞില്ല എന്നുള്ളതാണ്. പക്ഷെ ഇനി തുടർന്നും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫയർഫോഴ്സിന്റെയും അതുപോലെ പോലീസും എല്ലാവരും ചേർന്നുകൊണ്ട്, നഗരസഭയും ജില്ലാ ഭരണകൂടവും എല്ലാവരും ചേർന്നുകൊണ്ടുള്ള പരിശോധന ഇനിയും തുടരാൻ വേണ്ടി തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നഗരസഭയുടെ അടക്കം തീരുമാനം എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഈ സ്കൂബ ടീം അടക്കം ഭക്ഷണം കഴിക്കാനൊക്കെ പോയിരിക്കുകയാണ്. അതിനുശേഷം ഒരു ചെറിയ വിശ്രമം, അവർ ഭക്ഷണം കഴിക്കാനുള്ള ഒരു ഇടവേളയാണ്. അതിനുശേഷം വീണ്ടും അവർ വിവിധയിടത്തു നിന്ന് തെരച്ചിലിന് ഇറങ്ങും. അത് 2 വശത്തു നിന്നും, ടണൽ ഭാഗത്തു നിന്നും, ഒപ്പം തന്നെ മാൻഹോളിൽ കൂടി ഈ ടണലിനുള്ളിലേക്ക് പ്രവേശിക്കാൻ, ഈ തോട്ടിലിന്റെ ഭാഗത്തേക്ക് പ്രവേശിക്കാനുള്ള ശ്രമമാണ്.